ഹലോ അസ്സാം വലൈക്കും. സന ചിന്നു വ്ളോഗ്സ് എന്ന നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. ഐസിങ്ങും ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് കേക്കിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിലുണ്ട് സ്പഞ്ചും ഐസിങ്ങും ഒക്കെ കേട്ടോ. അപ്പോൾ ഇത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ആ ചോക്ലേറ്റ് അതിൻ്റെ ഉള്ളിൽ കൊടുത്ത ക്രീം നമ്മൾ ചോക്ലേറ്റ് ക്രീമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഞാൻ പുറത്ത് നമ്മളൊരു ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ശേഷം അത് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യണം. അപ്പോൾ അവർ നമ്മളുടെ ഒരു കേക്ക് കണ്ടിട്ട് അപ്പോൾ അതുപോലെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വൈറ്റാണ് ക്രീം. അപ്പോൾ ഞാൻ പുറത്ത് കുറച്ച് ചെറുതായിട്ടൊന്ന് വൈറ്റ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടൊന്ന് ലെവലാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്രീം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടാണ് നമ്മൾ ക്രം കോട്ടും ഫൈനലും ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വൈറ്റ് ക്രീം വെച്ചിട്ട് ഒന്നും കൂടെ കവർ ചെയ്ത് കൊടുക്കുകയാണേ. നമുക്ക് നൈഫ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കാം കേട്ടോ. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ ക്രീം ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഈസി ആയിരിക്കും. പിന്നെ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. എഡ്ജ് ഒരുപാട് നീറ്റാക്കണം എന്നില്ല. നമ്മളിതിൻ്റെ മേലെ നൈഫിൻ്റെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ. നൈഫ് വെച്ചിട്ടൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ എഡ്ജൊക്കെ നമുക്ക് ലെവലാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നാലും ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡും ഒക്കെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൈഫ് വെച്ചിട്ട് നമുക്കൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. 1 kg ആണ് കേട്ടോ. 1 kg ചോക്ലേറ്റ് കേക്കാണ്. നമുക്ക് കേക്ക് അതിൻ്റെ മേലെ നിന്ന് തെന്നി പോവാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊരു കോട്ടൻ്റെ ക്ലോത്ത് അടിയിൽ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ നൈഫ് വെച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ കണ്ടില്ലേ. ഇനി നമ്മൾ സൈഡിൽ നമുക്ക് സ്ക്രേപ്പർ വെച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് ചോക്ലേറ്റ് കൊണ്ട് ഡ്രിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈഡിൽ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഡ്രിപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ കാണുമ്പോൾ ആ കേക്കിന് നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ട് നമ്മൾ ഡ്രിപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നമുക്ക് ഭംഗിയായിട്ട് തോന്നും അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊരു അടയാളത്തിന് വേണ്ടിയിട്ട് ഒരു മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമുക്കിത് ചോക്ലേറ്റ് കേക്കല്ല, അപ്പോൾ പകുതി ഭാഗത്ത് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു അടയാളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവർ പറഞ്ഞ കളറാണ് കേട്ടോ അത് ക്രീം. അപ്പോൾ ഈ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ അങ്ങോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളുടെ വീഡിയോസ് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേക്കിൻ്റെയും അതുപോലെ സ്നാക്സിൻ്റെയും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. കേക്ക് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുത്താണ് കേട്ടോ. ഉച്ചയ്ക്ക് പറഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ആയിട്ട് കൊടുക്കേണ്ട ഒരു കേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മുഴുവൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ നോസിൽ മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നോസിൽ വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം വരെ ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ.
ഇനി നമുക്ക് കേക്ക് കേക്കല്ല, ഈ ഫ്ലവർ ഒന്ന് ഹൈറ്റിൽ ഒന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ കട്ടിയിൽ ഒരു ഫ്ലവറും കൂടെ അതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ കുറച്ചും കൂടെ എടുത്ത് കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ഫ്ലവറും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ നോസിൽ തന്നെയാണ് ചെറിയ ഒരു ഫ്ലവർ 2 തലക്കലും ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആ നോസിൽ വെച്ചിട്ട് തന്നെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡ് മൊത്തം നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതാ ഇതുപോലെ നമുക്ക് ഡോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അവിടെ ആ ഒരു 2 ഭാഗത്തും ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗത്ത് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ കേക്ക് നല്ല തണുപ്പുണ്ടാവണം കേട്ടോ. കേക്ക് നല്ല തണുപ്പാണ്. നമ്മളുടെ ഗനാഷിന് ചെറിയൊരു ചൂട് എന്ന് വെച്ചിട്ട് നല്ല ചൂടുള്ളതല്ല, തണുത്ത് പോയിട്ട് ഗനാഷ് പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ കുറച്ചും കൂടെ കട്ടി കൂടിയുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഡ്രിപ്പ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ കേക്ക് നല്ല തണുത്തിരിക്കണേ. ഇനി നമുക്ക് സൈഡിലൊക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ കേക്കായിരുന്നു കേട്ടോ അവർ കണ്ടിട്ട് ഇതുപോലെ വേണമെന്ന് പറഞ്ഞു. ഫ്ലവറിൻ്റെ ഒക്കെ കളറും അവർ സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ മോളുടെ ഡിഗ്രി പാസ്സായതിൻ്റെ ഇതാണ് ഇപ്പോൾ അതിനുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.